ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായി സാധാരണയായി കോടതികളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സ് പാർട്ടി എന്നുള്ളത്. ഇത് ഒരു ലാറ്റിൻ പദമാണ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹിയറിംഗ് വൺ സൈഡ് ഒൺലി, അഥവാ ഒരു ഭാഗം മാത്രം കേൾക്കുക എന്നുള്ളതാണ്. ഒരു ഭാഗം മാത്രം കേട്ട് കോടതി ഒരു ഉത്തരവ് പാസ്സാക്കുമ്പോഴാണ് അതിനെ എക്സ് പാർട്ടി ഉത്തരവ് എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ഒരു ഇൻജസ്റ്റിസ് ആയേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആർക്കെതിരാണോ ഉത്തരവ് പാസ്സാക്കിയത് അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതും സഫിഷ്യൻ്റ് കോസ് അഥവാ വ്യക്തമായ കാരണം ബോധ്യപ്പെടുകയാണെങ്കിൽ സാധാരണഗതിയിൽ കോടതി ആ ഉത്തരവ് മോഡിഫൈ ചെയ്യുകയോ അസാധുവാക്കുകയോ അല്ലെങ്കിൽ പുതിയ ഉത്തരവ് പാസ്സാക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. സാധാരണ ഒരു എക്സ് പാർട്ടി ഉത്തരവ് കൊടുക്കുന്നത് എക്സ് പാർട്ടി ഉത്തരവും എക്സ് പാർട്ടി ജഡ്ജ്മെൻറ്റുകളും എന്ന് പറയാം. സാധാരണഗതിയിൽ ഒരു എക്സ് പാർട്ടി ഉത്തരവ് ആദ്യമായി തന്നെ ഒരു ലിറ്റിഗൻറ്റിന് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് ആദ്യമായി ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും ആ ഫയൽ ചെയ്യുന്ന സമയത്ത് എതിർകക്ഷിയെ കേട്ട് ഉത്തരവ് പാസ്സാക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഇൻജസ്റ്റിസ് ആ ഹർജി കക്ഷിക്ക് ഉണ്ടാകും എന്ന് പ്രഥമ ദൃഷ്ടിയ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ എതിർകക്ഷി വരുന്ന സമയം വരെ നിലനിൽക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഈ സ്യൂട്ടിൻ്റെ അന്തിമ തീരുമാനം വരെയോ കോടതികൾക്ക് ഒരു എക്സ് പാർട്ടി ഉത്തരവ് പാസ്സാക്കാം. അതൊരു ഇഞ്ചക്ഷൻ ആകാം, അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രിവെൻറ്റീവ് ഉത്തരവുകളാകാം. അത് ഏത് ഉത്തരവുകളും ഒരു എക്സ് പാർട്ടി എന്നുള്ള നിലയിൽ കോടതിക്ക് ആ കക്ഷിക്ക് കൊടുക്കാവുന്നതാണ്. അത് പ്രഥമ ദൃഷ്ടി, അത് പ്രൈമാഫേസി ആയിട്ട് ആ ഹർജി കക്ഷിക്ക് ഒരു നഷ്ടം സംഭവിക്കും എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന അവസരത്തിലാണ് പ്രാഥമികമായ തെളിവുകളും മറ്റ് സംഗതികളും കണ്ട് ബോധ്യപ്പെട്ടാണ് കോടതി ഇത്തരത്തിൽ എക്സ് പാർട്ടി ഉത്തരവുകൾ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്. അതിനുശേഷമാണ് കക്ഷിക്ക് നോട്ടീസ് അയക്കുകയും എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയും എതിർകക്ഷി കോടതിയിൽ ഹാജരായി ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം തന്നെ തെറ്റാണ്, ഇതിന് വിരുദ്ധമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്നതാണ്, അപ്പോൾ ഈ ഹർജി കക്ഷി തെറ്റായ രീതിയിൽ അൺക്ലീൻ ഹാൻഡ്സോട് കൂടിയിട്ടാണ് ഈ കോടതിയിൽ വന്നത് എന്ന് എതിർകക്ഷിക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുവാണെങ്കിൽ ആ ഉത്തരവ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കപ്പെടും. അല്ലെങ്കിൽ ഒരു പുതിയ ഉത്തരവ് ഉണ്ടാകുന്നിടം വരെയോ മോഡിഫൈ ചെയ്യുന്നിടം വരെയോ അല്ലെങ്കിൽ ഈ സ്യൂട്ടിൻ്റെ അന്തിമ കാലാവധി വരെയോ ഈ ഉത്തരവ് തുടർന്നു പോവുകയും ചെയ്യും. അതാണ് ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഈ ഉത്തരവ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ എക്സ് പാർട്ടി ഉത്തരവുകൾ പാസ്സാക്കുന്നത് സിവിൽ കോടതികളോ അല്ലെങ്കിൽ ക്വാസി സിവിൽ നേച്ചറിലുള്ള വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങളിലുമാണ്. അത് ക്രിമിനൽ കോടതികളിൽ ക്വാസി സിവിൽ നേച്ചറിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ, അതായത് ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ മായിട്ട് ബന്ധപ്പെട്ട് 125, അതായത് ഇപ്പോൾ അത് കുടുംബ കോടതിയുടെ പരിധിയിൽ വന്നിരിക്കുന്ന 125 ആയിട്ട് ബന്ധപ്പെട്ട ഉത്തരവുകൾ പാസ്സാക്കുമ്പോഴൊക്കെ എക്സ് പാർട്ടി എന്ന് ആ സ്റ്റാറ്റ്യൂട്ടുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്റ്റാറ്റ്യൂട്ട് പെർമിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എക്സ് പാർട്ടി ഉത്തരവുകൾ സിവിൽ കോടതിക്കും ക്രിമിനൽ കോടതിക്കും പാസ്സാക്കാവുന്നതാണ്. അതായത് ക്വാസി സിവിൽ നേച്ചറിലുള്ളത് അല്ലെങ്കിൽ പക്കാ സിവിൽ നേച്ചറിലുള്ള കേസുകളിലോ എക്സ് പാർട്ടി ഉത്തരവുകൾ കോടതിക്ക് പാസ്സാക്കാം. എന്നാൽ ക്രിമിനൽ കേസുകളിലാണെങ്കിൽ സാധാരണഗതിയിൽ പ്രതി ഹാജരാവാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു വാറണ്ടാണ് പ്രതിക്ക് അയക്കുവാറുള്ളത്. എക്സ് പാർട്ടി ആക്കിയ ഒരു ഉത്തരവ് ക്രിമിനൽ കോടതികളിൽ നിന്ന് പക്കാ ക്രിമിനൽ കേസുകളിൽ അങ്ങനെ വരാറില്ല. സ്റ്റാറ്റ്യൂട്ട് അനുവദിക്കാത്ത പക്ഷം അങ്ങനെ ചെയ്യാറുമില്ല. അതുപോലെ തന്നെ പ്രാഥമികമായ ക്രിമിനൽ കോടതികളിൽ നിന്നും ഒരു എക്സ് പാർട്ടി ഉത്തരവ് എന്നുള്ള നിലയിലേക്ക് ഒരു ഉത്തരവ് സമ്പാദിക്കുവാനും സാധിക്കുക ഇല്ല. അപ്പോൾ ഇനിയും മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഒരു എക്സ് പാർട്ടി വിധിയാണ്. അപ്പം ആദ്യമേ നമ്മൾ എക്സ് പാർട്ടി ഉത്തരവിനെ കുറിച്ച് പറഞ്ഞു, അത് എക്സ് പാർട്ടി ഓർഡർ. ഇനി നമ്മൾ എക്സ് പാർട്ടി ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ആദ്യമായിട്ടൊരു സ്യൂട്ട് മൂവ് ചെയ്തു, എക്സ് പാർട്ടി ഓർഡർ വന്നു, ഈ എതിർകക്ഷിക്ക് നോട്ടീസ് പോയി, എതിർകക്ഷി കോടതിയിൽ ഹാജരായി. ഈ എതിർകക്ഷി കോടതിയിൽ ഹാജരാകാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടെന്നിരിക്കട്ടെ, കോടതിയിൽ നിന്ന് സഫീഷ്യൻ്റായിട്ട് നോട്ടീസ് കിട്ടി, നോട്ടീസ് സെർവ് ചെയ്തതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കോടതിക്ക് ആ എതിർകക്ഷിയെ എക്സ് പാർട്ടിയാക്കാം. അപ്പോൾ ഹിയറിംഗ് വൺ സൈഡ് ഓൺലി ആൻഡ് ജഡ്ജ്മെൻറ്റ് ഈസ് പാസ്ഡ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് എക്സ് പാർട്ടി വിധി ഉണ്ടാകുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ എക്സ് പാർട്ടി ഓർഡർ പ്രാഥമികമായി കൊടുക്കുന്നതും അതിനുശേഷം പ്രതി ഹാജരാവുകയാണെങ്കിൽ പ്രതിയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഓർഡറോ അല്ലെങ്കിൽ മറ്റൊരു ഓർഡറോ കോടതിക്ക് പാസ്സാക്കാം. നേരെ മറിച്ച് എക്സ് പാർട്ടി വിധികൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്യൂട്ട് മൂവ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഹർജി ഫയൽ ചെയ്തു, ആ ഹർജിയിൽ എതിർകക്ഷിക്ക് നോട്ടീസ് ചെന്നു, നോട്ടീസ് കിട്ടിയതിന് ശേഷവും മനഃപൂർവ്വം ആ ആൾ കോടതിയിൽ ഹാജരാവാതിരിക്കുകയാണെങ്കിൽ പ്രാഥമികമായി ചെയ്യുന്നത് അടുത്ത ഹിയറിംഗ് ഡേറ്റിൽ പ്രതിയുടെ ആബ്സെൻസിൽ നോൺ അപ്പിയറൻസ് ഓഫ് ദി അക്യൂസ്ഡ് അല്ലെങ്കിൽ നോൺ അപ്പിയറൻസ് ഓഫ് ദ ഡിഫൻഡൻറ്റ് എന്നുള്ള കാരണത്താൽ ആ കേസിൽ എതിർകക്ഷിയെ അല്ലെങ്കിൽ പ്രതിയെ എക്സ് പാർട്ടിയാക്കുന്നു. അത് ഒരു എക്സ് പാർട്ടി ഓർഡറാണ്. ആ എക്സ് പാർട്ടി ഓർഡറിന് ശേഷം പിന്നെയും
അടുത്ത ഒരു ഹിയറിംഗ് ഡേറ്റിലേക്ക് വെച്ചതിന് ശേഷം ആ ഡേറ്റിലും പ്രതി ഹാജരാകാതിരിക്കുകയാണെങ്കിൽ ഈ കേസിൽ കോടതിക്ക് ഹർജികക്ഷിയുടെ അല്ലെങ്കിൽ വാദിയുടെ ഭാഗം കേട്ട് തെളിവുകൾ പരിശോധിച്ച് അതിലൊരു എക്സ് പാർട്ടി ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാം, ഒരു എക്സ് പാർട്ടി വിധി പാസ്സാക്കാം. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളാണ് എക്സ് പാർട്ടി ഓർഡർ അല്ലെങ്കിൽ എക്സ് പാർട്ടി വിധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് ഒരു പ്രതിയെ എക്സ് പാർട്ടി ആക്കുന്നത് ഈ കോടതിയിൽ നിന്നും സമൻസ് സെർവ് ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും സമൻസ് കിട്ടിയതിന് ശേഷം മനഃപൂർവ്വം കോടതിയിൽ ഹാജരാവാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് കോടതി എക്സ് പാർട്ടി ഉത്തരവുകൾ അല്ലെങ്കിൽ എക്സ് പാർട്ടി ഓർഡറുകൾ പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സ് പാർട്ടി ഓർഡറുകൾ അല്ലെങ്കിൽ എക്സ് പാർട്ടി ഉത്തരവുകൾ സെറ്റ് അസൈഡ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത കാലാവധി പറയുന്നുണ്ട്. ആ കാലാവധിക്കകം കോടതിയിൽ ഹാജരാവുകയും ആ എക്സ് പാർട്ടി ഉത്തരവുകൾ സെറ്റ് അസൈഡ് ചെയ്യുന്നതിനുള്ള സഫീഷ്യൻറ്റ് റീസൺ ബോധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ എക്സ് പാർട്ടി ഉത്തരവുകൾ സെറ്റ് അസൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. അത് നമുക്കിനിയും അതുപോലെ തന്നെ ഈ കാലാവധിക്ക് ശേഷമാണ് ഒരു എക്സ് പാർട്ടി വിധി അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ അതിൽ ലിമിറ്റേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 5 പ്രകാരമുള്ള ഒരു ഹർജി കൂടി ഇതിനോടൊപ്പം ഫയൽ ചെയ്യണം. എക്സ് പാർട്ടി ഓർഡർ എക്സ് പാർട്ടി ഉത്തരവ് അസ്ഥിരപ്പെടുത്തി കിട്ടുന്നതിനുള്ള ഹർജിയോടൊപ്പം തന്നെ സെക്ഷൻ 5 പ്രകാരമുള്ള ഒരു ഹർജി, ലിമിറ്റേഷൻ ആക്ടിലെ സെക്ഷൻ 5 പ്രകാരം സഫീഷ്യൻറ്റ് കോസ് ബോധിപ്പിക്കുന്ന ഒരു ഹർജി കൂടി അതിനോടൊപ്പം ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ആ കാലതാമസം മാപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് എക്സ് പാർട്ടി ഉത്തരവുകൾ അസ്ഥിരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് CPCയിലെ എക്സ് പാർട്ടിയുടെ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻസിനെ കുറിച്ച് നോക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓർഡറുമുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റുമുണ്ട്. അപ്പം CPCയിലെ ഓർഡർ 9 റൂൾ 6 പ്രകാരമാണ് ഒരു പ്രതിയെ എക്സ് പാർട്ടിയാക്കുന്നത്. അങ്ങനെ എക്സ് പാർട്ടിയാക്കുന്നത് സമൻസ് കിട്ടിയതിന് ശേഷം കോടതിയിൽ ഹാജരാവാതിരിക്കുന്ന പ്രതികളെയാണ് എക്സ് പാർട്ടി ആക്കുന്നത്. എക്സ് പാർട്ടി ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റിലേക്ക് കേസ് വയ്ക്കുന്നു. ആ നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റിൽ കോടതിയിൽ പ്രതി ഹാജരാവുകയും കഴിഞ്ഞ ഹിയറിംഗ് ഡേറ്റിൽ ഹാജരാകാതിരുന്നതിന് സഫീഷ്യൻറ്റ് റീസൺ ബോധിപ്പിക്കുകയും ചെയ്താൽ ആദ്യം പറഞ്ഞ റൂൾ 6 പ്രകാരം ഉള്ള എക്സ് പാർട്ടി ഓർഡർ റൂൾ 7 പ്രകാരം കോടതിക്ക് സെറ്റ് അസൈഡ് ചെയ്ത് കൊടുക്കുകയും അയാൾക്ക് സാധാരണ നിലയിൽ ഒരു ലിറ്റിഗന്റിനുള്ള എല്ലാ അധികാരങ്ങളോടും കൂടി കേസ് തുടർന്ന് നടത്തുകയും ചെയ്യാം. അതുപോലെ എക്സ് പാർട്ടി വിധിയാണ് ആകുന്നതെങ്കിൽ, അപ്പോൾ എക്സ് പാർട്ടി ഉത്തരവായതിനു ശേഷവും പ്രതി ഹാജരാകുന്നില്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം ഒരു എക്സ് പാർട്ടി വിധി വാദിക്ക് കൊടുക്കുകയാണെങ്കിൽ ഓർഡർ 9 റൂൾ 13 പ്രകാരം ഒരു ഹർജിയാണ് ബോധിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഓർഡർ 9 റൂൾ 6നെ കുറിച്ച് പറയുമ്പോൾ സാധാരണ CPCയിൽ ദ നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഒരു പ്രത്യേക ഒരു ലിമിറ്റേഷൻ പീരീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റിൽ ഹാജരായി കോടതിയിൽ അതിൻ്റെ തടസ്സം ബോധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, സഫീഷ്യൻറ്റ് റീസൺ ബോധിപ്പിക്കുകയാണെങ്കിൽ എക്സ് പാർട്ടി ഓർഡർ സെറ്റ് അസൈഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഓർഡർ 9 റൂൾ 13 പ്രകാരം കേസ് വിധിയായി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് കോടതിയിൽ വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ വിധിയാവുകയാണെങ്കിൽ അതിനൊരു നിശ്ചിത കാലാവധി ഓരോ സ്റ്റാറ്റ്യൂട്ടുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPCയിലാണെങ്കിൽ ഒരു 30 ദിവസത്തിനകം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ 30 ദിവസത്തിനകം അത് കോടതിയിൽ ഹാജരായി ഓർഡർ 9 റൂൾ 13 പ്രകാരമുള്ള ഹർജി ബോധിപ്പിക്കുകയാണെങ്കിൽ ആ ഹർജിയിൽ എതിർകക്ഷിക്ക് നോട്ടീസ് പോയതിനു ശേഷം ആ രണ്ട് ഭാഗവും കേട്ട് സഫീഷ്യൻറ്റ് കോസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എക്സ് പാർട്ടി വിധി കോടതിക്ക് സെറ്റ് അസൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുകയും ചെയ്ത് മറ്റൊരു വിധി പുറപ്പെടുവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജഡ്ജ്മെൻറ്റിന്മേൽ സ്വാഭാവികമായിട്ടും അപ്പീൽ പോകുമല്ലോ. ഈ അപ്പീൽ കോടതിക്കും ഇതേപോലെ തന്നെ എക്സ് പാർട്ടി ആക്കാനുള്ള അധികാരമുണ്ട്. ഓർഡർ 41 റൂൾ 17(2) പ്രകാരം ഒരു അപ്പീൽ കേസിലെ പ്രതിയെ കോടതിക്ക് എക്സ് പാർട്ടി ആക്കാം. അപ്പോൾ ഇപ്രകാരം ഒരു എക്സ് പാർട്ടി ജഡ്ജ്മെൻ്റ് ആയാൽ എക്സ് പാർട്ടി ഓർഡർ അസ്ഥിരപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഓർഡർ 41 പറയുന്നില്ല. അതിന് നമുക്ക് വേണമെങ്കിൽ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഓർഡർ 9 റൂൾ 6 അല്ലെങ്കിൽ 7 ഓർഡർ 9 റൂൾ 7 ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ 151 എന്ന് പറയുന്ന ഇൻഹറന്റ് പവറോ ആണ് നമുക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓർഡർ 41 റൂൾ 17(2) പ്രകാരം എക്സ് പാർട്ടിയാക്കി അതിൽ അപ്പീൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നാൽ ആ ജഡ്ജ്മെൻറ്റ് റൂൾ 21 പ്രകാരമുള്ള ഹർജി ബോധിപ്പിച്ച് അത് റീഹിയറിങ്ങിന് വേണ്ടി റെസ്പോണ്ടൻറ്റിനെ എടുപ്പിക്കാം എന്ന് CPCയിൽ പറയുന്നു. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ആയതിനു ശേഷമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റൂൾ 21 പ്രകാരമുള്ള ഒരു ഹർജി ബോധിപ്പിച്ച് ആ അപ്പീൽ റീഹിയറിങ്ങിന് വേണ്ടി എടുപ്പിക്കാം. അവിടെയും പറയുന്ന റീസൺ എന്ന് പറയുന്നത് നോൺ അപ്പിയറൻസിനുള്ള സഫീഷ്യൻറ്റ് റീസൺ, ഒന്നുകിൽ സമൻസ് പ്രോപ്പറായിട്ട് സെർവ് ചെയ്തില്ല, അല്ലെങ്കിൽ സമൻസ് സെർവ് ചെയ്ത സമയത്ത് എനിക്ക് ഹാജരാകുന്നതിന് തടസ്സമുണ്ടായിരുന്നു, അങ്ങനെയുള്ളൊരു സഫീഷ്യൻറ്റ് റീസൺ കാണിക്കുകയാണെങ്കിൽ അത് അസ്ഥിരപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് CPCയിൽ പറയുന്ന ഈ എക്സ് പാർട്ടി ഓർഡറുകളും എക്സ് പാർട്ടി ഉത്തരവുകളും
എക്സ്പാർട്ടി ജഡ്ജ്മെൻറ്റ് അത് അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള സംഗതികളും പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ചില സ്റ്റാറ്റ്യൂട്ടുകളിൽ CPC കൂടാതെ തന്നെ ചില സ്റ്റാറ്റ്യൂട്ടുകളിൽ എക്സ്പാർട്ടി ഓർഡറുകളെക്കുറിച്ചും എക്സ്പാർട്ടി ജഡ്ജ്മെൻറ്റുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ചിലത് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട്, സാധാരണഗതിയിൽ ഈ ടെനൻറ്റ് ലാൻഡ് ലോഡ് തമ്മിലുള്ള വിഷയം വരുമ്പോൾ ലാൻഡ് ലോഡോ ടെനൻറ്റോ കോടതിയിൽ ഹർജി ബോധിപ്പിക്കാറുണ്ട്. ലാൻഡ് ലോഡാണെന്നുണ്ടെങ്കിൽ കട ഒഴിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഹർജി ബോധിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റെൻറ്റ് കൺട്രോൾ പ്രകാരം ഉള്ള ഒരു ഹർജിയാണ് വരുന്നതെങ്കിൽ സെക്ഷൻ 23 പ്രകാരം എക്സ്പാർട്ടി മാറ്റി കിട്ടുന്നതിനുള്ള ഹർജി അപ്പീൽ കോടതിയിലോ അല്ലെങ്കിൽ റെൻറ്റ് കൺട്രോൾ കോടതിയിലോ കൊടുക്കാം. അപ്പോൾ ഒരു ഹർജി റെൻറ്റ് കൺട്രോൾ ഹർജി പ്രകാരം ഒരു എതിർകക്ഷി എക്സ്പാർട്ടി ആക്കിയാൽ ആ എക്സ്പാർട്ടി ഉത്തരവ് അസ്ഥിരപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സെക്ഷൻ 23 പ്രകാരം ഉള്ള ഹർജിയാണ് ഈ റെൻറ്റ് കൺട്രോൾ കോടതിയിലോ അല്ലെങ്കിൽ അപ്പലേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ അക്കോമഡേഷൻ കൺട്രോൾ എവിടെയായാലും നമ്മൾ കൊടുക്കുന്നത്. അത് എക്സ്പാർട്ടി ഓർഡറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നേരെ മറിച്ച് അതങ്ങ് ഒരു എക്സ്പാർട്ടി പ്രകാരം വിധിയായി എന്നിരിക്കട്ടെ, ഒരു റെൻറ്റ് കൺട്രോൾ പെറ്റീഷൻ എക്സ്പാർട്ടി പ്രകാരം വിധിയായി. അങ്ങനെ വിധിയായെങ്കിൽ 79 റൂൾ പ്രകാരം, റൂൾ 13(3) പ്രകാരം 15 ദിവസത്തിനകം ഹർജി ബോധിപ്പിച്ച് ആ വിധി അസ്ഥിരപ്പെടുത്താനുള്ള നടപടി എടുക്കണം. അവിടെയും നമ്മൾ പറയുന്നത് സഫിഷ്യൻറ്റ് കോസ് അല്ലെങ്കിൽ സമൻസ് നോട്ട് ഡ്യൂലി സെർവ്ഡ് ഇത്തരം സംഗതികളെക്കുറിച്ചാണ് പറഞ്ഞിട്ടാണ് അത് മാറ്റിക്കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, നമ്മൾ സാധാരണ ഇതിലെല്ലാവരും കേൾക്കാറുള്ള ഒരു സംഗതിയാണ് ഗാർഹിക പീഡന നിയമം. ഈ ഗാർഹിക പീഡന നിയമത്തിലും എക്സ്പാർട്ടി ഉത്തരവുകൾ കൊടുക്കാം, അത് ഇൻ്ററിം എക്സ്പാർട്ടി ഉത്തരവുകൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ സെക്ഷൻ 23 ഇൻ്ററിം ഉത്തരവുകൾ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഹർജി അങ്ങോട്ട് ബോധിപ്പിച്ച് ആദ്യമേ തന്നെ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അത് എതിർകക്ഷിക്ക് നോട്ടീസ് പോയി വരുന്നതിനകത്ത് വെച്ച് അത് ഒരു ഇൻ്ററിം ഓർഡർ ഇല്ലാതെ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ എക്സ്പാർട്ടി ഇൻ്ററിം ഓർഡർ കൊടുക്കാം എന്ന് സെക്ഷൻ 23 പറയുന്നുണ്ട്. ഒരു സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പാർട്ടി ഉത്തരവ് കൊടുക്കാം എന്ന്, ഇൻ്ററിം ഓർഡറുകൾ കൊടുക്കാം, അതിനുശേഷം റെസ്പോണ്ടൻറ്റിന് നോട്ടീസ് അയച്ച് അവരെ വരുത്താമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടുകളിൽ എക്സ്പാർട്ടി ഉത്തരവുകളും കോടതികൾ പാസ്സാക്കാറുണ്ട്. സാധാരണ ഇതിൽ മജിസ്ട്രേറ്റ് കോടതികളാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഉള്ള കേസുകൾ പരിഗണിക്കുന്നത്. അവിടെ ഒരു എക്സ്പാർട്ടി ജഡ്ജ്മെൻറ്റ് ആ കേസിലെ ഹർജി കക്ഷിക്ക് കൊടുക്കുവാനായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം അധികാരമുണ്ട്. അതൊരു ക്വാസി സിവിൽ നേച്ചറിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 144, പഴയ സെക്ഷൻ 125 എന്ന് പറയപ്പെടുന്ന സെക്ഷൻ 144 ചാപ്റ്റർ 10 പറയുന്നത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അത് ഭാര്യയ്ക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ചെലവിന് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൽ ഒരു നോട്ടീസ് കിട്ടിയതിന് ശേഷവും മനഃപൂർവ്വം കോടതിയിൽ ഹാജരാവാതിരിക്കുന്ന കേസുകളിൽ സെക്ഷൻ 145 പ്രകാരം അതിൽ എതിർകക്ഷിയെ എക്സ്പാർട്ടി ആക്കിക്കൊണ്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം സെക്ഷൻ 144 പ്രകാരം ബോധിപ്പിക്കുന്ന ഹർജിയിൽ ഒരു ഉത്തരവ് പാസ്സാക്കാമെന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ കുടുംബ കോടതികളുള്ള സ്ഥലങ്ങളിൽ അത് മജിസ്ട്രേറ്റ് കോടതിക്കല്ല, അതിൻ്റെ അധികാരം കുടുംബ കോടതിക്കാണ്. അതൊരു ക്വാസി സിവിൽ നേച്ചറിലുള്ള ഒരു പ്രൊസീഡിങ്സുമാണ് അവിടെ ചെയ്യുന്നത്. ഈ എക്സ്പാർട്ടി ഉത്തരവ് അസ്ഥിരപ്പെടുത്താം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 3 മാസത്തിനകമാണ് അതിൻ്റെ ഹർജി ബോധിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എക്സ്പാർട്ടി ഉത്തരവുകളെക്കുറിച്ച് പ്രാഥമികമായി പറയുവാനുള്ളത്. മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.